നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എൻ്റെ പുതിയ മെറ്റൽ ബ്ലാക്ക് ലേസ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇത് ഒരു നല്ല ഇനം തന്നെയാണ്. ഇപ്പോൾ എമറാൾഡ് ഗ്രീൻ, HB ബ്ലൂ പോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ മെറ്റൽ ബ്ലാക്ക് ലേസ്. അപ്പോൾ ഇത് ഞാൻ 2 പെയർ വാങ്ങിച്ചു. നല്ല ഫിഷാണ്, നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചത് 2 ഐറ്റം. നല്ല ക്വാളിറ്റിയാണ്, ഹൈ ബ്രീഡിങ് ക്വാളിറ്റി, ഇമ്പോർട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ നല്ല ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിനെ നമ്മൾ വളർത്തുകയാണ്. ഇത് കുഞ്ഞുങ്ങൾ തന്നെയാണ്, അത്ര വലിയ പ്രായമായിട്ടില്ല, മീൻസ് 2 മാസത്തെ വളർച്ചയായിട്ടുള്ളൂ. അപ്പോൾ ഇവറ്റങ്ങൾ ഇനിയും വളർത്തണം. അപ്പോൾ ഇത് ഞാൻ അവറ്റങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇപ്പോൾ ബ്രീഡിങ് കേജിൽ ഞാൻ വെച്ചു. ഇതിപ്പോൾ അതിന് കൊണ്ടുവന്നതിന് ശേഷം ഏകദേശം ഒരു 3 ആഴ്ചയിൽ ഇത് പ്രസവിച്ചു. അപ്പോൾ ഞാൻ ബ്രീഡിങ് കേജ് വെച്ചതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ബ്രീഡിങ് കേജിന് പകുതിയോളം കുഞ്ഞുങ്ങൾ പുറത്ത് വന്നു. പുറത്ത് കുറച്ച് കുഞ്ഞുങ്ങളകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇവറ്റങ്ങ അധികം തിന്നുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, കാരണം ഫീഡ് നല്ലപോലെ കൊടുക്കുന്നുണ്ട്. ഏകദേശം നമുക്കൊരു 200ഓളം കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം, കാരണം ഇത് കുറച്ച് കോസ്റ്റ്ലി ആയ ഫിഷായ കാരണം നമുക്ക് ആ കുഞ്ഞുങ്ങളെല്ലാത്തിനും ഡെവലപ്പ് എടുക്കണം. അതാണ് നമ്മുടെ എയിം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് കുഞ്ഞുങ്ങളെ മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ബ്രീഡിങ് കേജ് മാറ്റി കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് ഇട്ട് വളർത്തുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ മാത്രം ഏകദേശം എല്ലാം നല്ലപോലെ വരുന്നുണ്ട്. ഏകദേശം ഒരു 1-1.5 മാസം കൊണ്ട് നമുക്ക് നല്ല വലുപ്പത്തിലേക്ക് എത്തിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫീഡിങ് ടിപ്സും ഞാൻ കൊടുക്കുന്ന ഫുഡും എല്ലാം ഞാൻ ഈ വീഡിയോസിലുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എളുപ്പമായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട്.